66 സങ്കീർത്തനം Psalms 66 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 66. സങ്കീർത്തനം വായിക്കുന്നു. സർവഭൂമിയുമായുള്ളവരെ ദൈവത്തിന് ഘോഷിപ്പിൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. വന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വച്ചിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ടും നിന്റെ ആലയത്തിലേക്ക് വരും. എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടി തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാറ്റുകുട്ടന്മാരെയും അർപ്പിക്കും. ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാൻ അല്പസമയം കർത്താവിനെ സ്തുതിക്കുവാനായി, ദൈവത്തിന് മഹത്വം കരേറ്റുവാനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരാഴ്ചയുടെ ദിനങ്ങൾ അത്രയും നമ്മെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും നമുക്ക് വേണ്ടതൊക്കെയും തന്ന് നമ്മളെ അതിശയകരമായി നടത്തിയ കർത്താവിനെ സ്നേഹത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, ഭക്തിയോടുകൂടെ ഒരല്പസമയം ഒന്ന് സ്തുതിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ, കർത്താവിന് മഹത്വം കരേറ്റുവാനായി, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ധ്യാനിച്ചുകൊണ്ട് യഹോവ വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആരാധന അർപ്പിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള നന്ദിയിൽ നമുക്ക് അല്പസമയം ഒന്ന് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തികളെ ധ്യാനിച്ച് തന്നെ കർത്താവിന് മഹത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. വലിയ തിരക്കുകളുടെയും ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങളുടെ മധ്യമൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഒരല്പസമയം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഈ സമയം നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോടുള്ള ഭക്തിയിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവനെ സ്തുതിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എത്ര വലിയ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, എത്ര നന്മകളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, എത്ര വലിയ വിടുതലുകളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ആ കർത്താവിൻ്റെ പ്രവൃത്തി എത്ര വലിയവയാണ്, എത്ര മഹത്വകരമായവയാണ്. അവയെ ഓർത്താണ് ഇന്ന് പകൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. അവയ്ക്കായിട്ടാണ് നാം ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതെല്ലാം ഓർത്ത് കർത്താവിനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദിയോടുകൂടെ, സ്തോത്രത്തോടുകൂടെ, ഹല്ലേലൂയ, സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി നമ്മെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച ഞങ്ങൾക്ക് വീണ്ടും ദൈവസന്നിധിയിലേക്ക് വരുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് നന്ദി പറയുവാനൊക്കെയും അവിടെ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും തന്നതിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന പിതാവേ. ഞങ്ങൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ മഹത്വകരമായ എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ആരോഗ്യം അവിടുത്തെ ദാനമാണ് കർത്താവേ. ഞങ്ങളുടെ സൗഖ്യം അവിടുത്തെ ദാനമാണ് കർത്താവേ. ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് കർത്താവേ. ഞങ്ങളിന്ന് സഞ്ചരിക്കുന്ന ഏതു വഴികളായാലും ആ വഴികളെല്ലാം ദൈവം അറിഞ്ഞും അനുവദിച്ചും ദൈവത്തിൻ്റെ സമ്മതത്തോടും കൂടെ മാത്രമുള്ളവയാണല്ലോ കർത്താവേ. ഇന്ന് പകൽ അവയ്ക്കെല്ലാം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി കരേറ്റുന്നു കർത്താവേ.
തിരുസന്നിധിയിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ ബലവും കൃപയും ശക്തിയും തന്ന് ഞങ്ങളെ അനുഗ്രഹത്തോടെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ദൈവത്തിന് ആരാധന അർപ്പിക്കുവാനൊക്കെയും ഒരവസരം കൂടെ കർത്താവ് ഭൂമിയിൽ അനുവദിച്ച് തന്നതിനോർത്ത് കർത്താവിന് നന്ദി പറയുകയും, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവദാസൻ നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എത്ര അത്ഭുതകരമായാണ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത്. കർത്താവിൻ്റെ മഹത്വകരമായ പ്രവൃത്തികൾ അത് ധ്യാനിക്കുവാൻ, അതോർത്ത് കർത്താവിനെ സ്തുതി കരയേറ്റുവാൻ, ആരാധന കരയേറ്റുവാനൊക്കെയും നമുക്ക് കഴിയട്ടെ. കർത്താവ് നമ്മെ ഇതിനായി ബലപ്പെടുത്തുമാറാകട്ടെ. 66 സങ്കീർത്തനമാണല്ലോ നാം വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. 66 സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 66 സങ്കീർത്തനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പൂർവ്വകാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് തലമുറകൾക്ക് ശേഷമുള്ളൊരു ഭക്തൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്ന കുറേ വാചകങ്ങളെയാണ് നമുക്ക് സങ്കീർത്തനത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. സംഗീത പ്രമാണിക്കൊരു ഗീതം, ഒരു സങ്കീർത്തനം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വാക്യങ്ങൾ നമ്മൾ വായിച്ച് താഴേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിനെ, അതിനെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ വാക്യങ്ങൾ എഴുതുന്നതായിട്ട്, അല്ലെങ്കിൽ പാട്ട് രചിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഏതൊരു ദൈവപൈതലിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ആത്യന്തികമായി ഓർത്തിരിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികളെ മറക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്. ദൈവപ്രവൃത്തികളെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. തലമുറകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു അനുഭവമാണിവിടെ തലമുറകൾക്ക് ശേഷം ആരെഴുതുന്നത്, സങ്കീർത്തനക്കാരൻ ഇവിടെ എഴുതി വിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ദൈവപ്രവൃത്തിയെ അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു. ആ പ്രവൃത്തിയുടെ അനന്തരഫലമാണ് ഇന്നുള്ള ഞങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സങ്കീർത്തനം മുൻപോട്ട് പോകുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോഴുള്ളതിൽ മാത്രം ശ്രദ്ധ വെക്കുന്നവരാണ്, അല്ലേ? ഇപ്പോഴെന്തുണ്ട്, ഇപ്പോഴെന്തില്ല എന്നതാണ് പലപ്പോഴും നമ്മളെ സന്തോഷമാക്കുകയും നമ്മളെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഘടകങ്ങൾ ഇപ്പോഴത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. അത് ഇസ്രായേൽ മക്കളുടെ ലൈഫ് അങ്ങനെ തന്നെയായിരുന്നു. അവർ അപ്പം കണ്ടപ്പോൾ, അല്ലെങ്കിൽ കാടപ്പക്ഷിയെ കണ്ടപ്പോൾ അവർ ചിരിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു. മാറയിൽ നിന്ന് വെള്ളം കിട്ടിയപ്പോൾ വെള്ളത്തിന് മുമ്പ് അവർ ദൈവത്തോട് പിറുപിറുത്തു. വെള്ളം കണ്ടപ്പോൾ അവർ ദൈവത്തെ, അപ്പോൾ എന്തന്നേരം ഉണ്ടായിരുന്നു, എന്തന്നേരം ഇല്ലായിരുന്നു എന്നതിനെ ആശ്രയിച്ചായിരുന്നു അവരുടെ സ്പിരിച്വൽ ലൈഫ്, അല്ലെങ്കിൽ അവർ ദൈവത്തോടുള്ള അവരുടെ ബന്ധം തന്നെ അവർ സൂക്ഷിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ അങ്ങനെയല്ല. അതിനേക്കാൾ ഇച്ചിരൂടെ കടന്നു പോയിട്ട് അദ്ദേഹം പറയാണ്, കർത്താവേ, തലമുറകൾക്ക് മുമ്പായി ഞങ്ങൾ അനുഭവിച്ചിരുന്ന, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ മാതാക്കന്മാർ അനുഭവിച്ചിരുന്ന ഒരു യാതനയുടെ, ഒരു വേദനയുടെ, ഒരു പ്രയാസത്തിൻ്റെ കാലഘട്ടം ഞങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നു. അവയിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ വിടുവിച്ച് ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്ന ഈ അനുഭവത്തിന് അങ്ങാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് തലമുറകൾക്ക് ശേഷം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കുവാനായിട്ടുള്ള, ദൈവത്തിന് ആരാധന കൊടുക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെ ഒന്നൊന്ന് ധ്യാനിക്കാനായിട്ട് കഴിയണമെന്നുള്ളതാണ്. അതിങ്ങനെ മറക്കുന്ന ഒരു ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ് പലപ്പോഴും നമ്മൾ. അതിന് പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, ദീർഘമായിട്ടുള്ള ദൂരെയുള്ള കാഴ്ചകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കാണാനായിട്ട് പറ്റത്തില്ല, അല്ലേ? ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ഗ്ലാസ് വെച്ചാലേ മുന്നോട്ടുള്ള, അല്ലെങ്കിൽ പഴയ ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ എങ്ങനെയുള്ളവരാണ്, ഷോർട്ട് സൈറ്റ് ഉള്ളവരാണ്. നമുക്ക് ദൂരെയുള്ള കാര്യങ്ങളെ നമ്മൾ
മറക്കുകയാണ് അടുത്തുള്ള കാര്യങ്ങളെ. ഇന്ന് എനിക്കിതില്ല, ഇന്ന് ഞാൻ പ്രയാസപ്പെടുന്നു, ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്നു, ഇന്ന് ഞാൻ വേദനിക്കുന്നു, ഇന്ന് എനിക്ക് ഒരുപാട് പ്രയാസമാണ് എന്ന് പറയുന്നതല്ല ജീവിതമെന്ന് പറയുന്നത്. കർത്താവേ, ഇന്നും നിൻ്റെ കൃപയിലായിരിക്കാൻ അവിടുന്ന് എന്നെ ബലപ്പെടുത്തുന്നതിനാൽ, ഇന്നും നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ എനിക്ക് കൃപ തന്നതിനായി, ഇന്നും നിൻ്റെ ഈ കർത്താവേ ഈ വിശ്വാസത്തിൽ നിൽക്കുവാൻ എനിക്ക് കൃപ തന്നതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു ശരിയായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ഒരു ശരിയായ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. 66-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സർവ്വഭൂമിയുമായുള്ളവരെ ദൈവത്തിന് ഘോഷിപ്പിൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പിൻ, അവൻ്റെ സ്തുതി മഹത്വീകരിപ്പിൻ. ഇത് ഈ വാക്കുകൾ പറയുന്നത് ഇതിൻ്റെ മുന്നോട്ടുള്ള 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇച്ചിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ നമുക്കറിയുന്ന ഈ പിന്നെ ഫുട്ബോൾ കളികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് ഒരു ടീം ജയിച്ചെന്നിരിക്കട്ടെ, നമ്മുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം അർജൻറ്റീനയോ ബ്രസീലോ, ഓരോരുത്തർക്കും ഓരോ ഫാൻസ് ഉണ്ടാവും. അപ്പോൾ അവർ ജയിച്ച് കഴിയുമ്പോൾ അവർ ഈ ഗാലറി അവർ ഈ സ്റ്റേഡിയത്തിൽ നിന്നല്ല, പിന്നെ കോർട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അല്ല ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? എല്ലാവരോടും പറയാണ്, ഇതിനകത്ത് ആരാ കളിച്ചത്? ശരിക്കും ആകെ ഇതിനകത്ത് കളിച്ചിരിക്കുന്ന 10-16 പേരെ കളിച്ചിട്ടുള്ളൂ. പക്ഷേ അവരിരുന്ന് എന്ത് ചെയ്യാണ്? കൈ ഇങ്ങനെ കൊണ്ട് കാണിക്കുകയാണ്. അവിടെ ബ്രസീലിൻ്റെ ഫാൻസും ഉണ്ട്, പിന്നെ അർജൻറ്റീനയുടെ ഫാൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കൈ കാണിക്കുക, ആർക്കാൻ പറയാണ്. എന്താണ്? അവരുടെ ഉള്ളിലെ സന്തോഷം അത് ലോകത്തോട് പറയാണ്, ഞങ്ങളോടൊപ്പം നിങ്ങളും എന്ത് ചെയ്യണം? ആർക്കണം. ഇതാണ് ഒരു ദൈവഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളെ കാണുമ്പോഴത്തേക്കും ആർത്തു വരുന്നവൻ്റെ ഉള്ള ആ ഒരു സങ്കടം അല്ലേ, അവൻ്റെ അവസ്ഥ കൂടെ അങ്ങോട്ട് കെടുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് കർത്താവിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ സേവിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതം കണ്ട് ചുറ്റുമുള്ളവരെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന, എന്നോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവീനെന്ന് പറയാൻ കഴിയുന്ന ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിരാശ കേൾക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാനല്ല ലോകം ആഗ്രഹിക്കുന്നത്. അത് ലോകത്തിന് ഒരുപാട് പറയാനുണ്ടല്ലോ. നമ്മുടെ പ്രയാസങ്ങളെക്കുറിച്ച് ഒരുപാട് കേൾക്കാനല്ല ലോകം ആഗ്രഹിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ളവർ ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ പ്രയാസം അവർക്ക് നമ്മളോട് പറയാനുണ്ട്. പക്ഷേ നമ്മളെ വിജയകരമായി നടത്തിയ ഒരു ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ, നമ്മളെ അത്ഭുതകരമായി നടത്തിയ ഒരു ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ, ഞാനും നിങ്ങളും വഴിമുട്ടി നിന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇറങ്ങി വന്ന് കൈപിടിച്ച് നടത്തിയവനായ ഒരു ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ട്. ആ ലോകത്തോട് അത് പറയാനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനൊരു ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മറക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ദൈവത്തിൻ്റെ വിടുതൽ കണ്ടുവന്ന ഒരു സമൂഹം മുഴു ലോകത്തോട് പറയാണ്, ഈ 10-12 പേര് കൈ കാണിക്കുന്ന പോലെ പറയാണ്, സർവ്വഭൂമിയുമായുള്ളവരെ എന്ത് ചെയ്യണം? ദൈവത്തിന് ഘോഷിപ്പിൻ. ഭൂമിയോട് മൊത്തത്തിൽ അല്ലെങ്കിൽ സകലരോടുമുള്ള, ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന മണ്ണും കല്ലിനോടും അല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരോടുള്ള ബന്ധത്തിലാണ്. ദൈവമക്കൾ ഒഴികെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ഒഴികെ മറ്റുള്ള ജനതയോട് പറയുകയാണ്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ എന്ത് ചെയ്യണം? ആഘോഷിക്കുവിൻ, അല്ലെങ്കിൽ ആ ദൈവത്തെ പുകഴ്ത്തുവിൻ, ആ ദൈവത്തിന് കീർത്തനം പറയുവിൻ എന്ന് പറയുന്ന ദൈവപ്രവർത്തികളെ കണ്ട ഒരു ജനതയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ പറയുന്നത്, സർവ്വഭൂമിയുമായുള്ളവരെ ദൈവത്തിന് ഘോഷിപ്പിൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം എന്ത് ചെയ്യണം? കീർത്തിക്കണം. അവൻ്റെ സ്തുതി മഹത്വീകരിപ്പിൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പിൻ. ഈ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിക്കാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മൾ എന്താ ഈ ദൈവനാമത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താന്നിരിക്കട്ടെ, ഒരു ഉയർന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്താന്നിരിക്കട്ടെ, വേണ്ട, നമ്മുടെ റീജിയൻ്റെ പ്രസിഡൻ്റ് ഇവിടെ വന്നിരിക്കുകയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ IPCയുടെ ജനറൽ പ്രസിഡൻ്റ് ഇവിടെ വന്നിരിക്കുകയെന്നിരിക്കട്ടെ, ഒരു മീറ്റിങ്ങിന് വന്നിരിക്കുകയെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ആ വ്യക്തി പരിചയപ്പെടുത്തുന്ന എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന, വിദേശത്തും സ്വദേശത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, കർത്താവിൽ പ്രസിദ്ധനായ അങ്ങനെ വായിക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ അദ്ദേഹത്തെ എന്ത് ചെയ്യും? നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തും. അതെന്താണ് ശരിക്കും? ആ പരിചയപ്പെടുത്തുന്ന എന്താണ്? അദ്ദേഹത്തെ ഇനിയിപ്പം
ഈ പരിചയപ്പെടുത്തുന്ന ആൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരിചയം ഉണ്ടായിരിക്കും കേട്ടോ. അത്യാവശ്യം പരിചയം ഇല്ലെങ്കിലും ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞിരിക്കും ഇദ്ദേഹം ആരാണ്, എന്താണ് സ്ഥിതി, അല്ലേ? അതൊക്കെ പറഞ്ഞിട്ട് അല്ലാണ്ട് വെറുതെ ഒന്നും അറിയാൻ പാടില്ലാത്തതിന് കയറിയൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്നും അറിയാൻ പാടില്ല, ഇന്നത്തെ കർത്തദാസം വന്നിട്ടുണ്ട്, അദ്ദേഹം ദൈവനും പ്രസംഗിക്കുന്നതായിരിക്കും, അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. അതല്ല, ഇല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത പലതും അദ്ദേഹം പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഈ വ്യക്തിയുടെ സ്ഥാനവും മഹത്വവും ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഒരു വിവരണമായിരിക്കും എന്ത് ചെയ്യുന്നത്, പറയുന്നത്, അല്ലേ? എന്നിട്ട് ഈ അതേ പശ്ചാത്തലത്തിൽ ഈ സങ്കീർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു നോക്കി, ദൈവത്തിൻ്റെ നാമത്തെ, അല്ലേ, അങ്ങനെ അവൻ്റെ നാമത്തിൻ്റെ മഹത്വം എന്ത് ചെയ്യണം, കീർത്തിപ്പിനെന്നാ പറഞ്ഞിരിക്കുക. ദൈവനാമത്തിൻ്റെ മഹത്വം കീർത്തിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അതപ്പോഴേ എങ്ങനെ കഴിയുള്ളൂ ഈ നാമം എന്ന് പറയുന്നത്? എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവനാണ് ആര്? നമ്മുടെ കർത്താവിൻ്റെ നാമം. ആ നാമത്തെ, അതിൻ്റെ മഹത്വത്തെ കീർത്തിക്കാനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടല്ലോ, പലർക്കും പലതുമാണ്. ജീവിതത്തിൻ്റെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരാണ്. ഒരുപാട് സാഹചര്യങ്ങളെ വ്യത്യസ്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ. ഒരുപാട് പ്രയാസങ്ങളുള്ളവർ, മനസ്സിൻ്റെ വിഷമമുള്ളവരുണ്ടാകാം. അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ ഇവിടെയാണെങ്കിലും നമ്മൾ ഭാവിയെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ടിയവർ തന്നെയാണ്. ഒരുപാട് ചിന്തിക്കേണ്ടിയവരാണ്. നാട്ടിലുണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് ചിന്തിക്കേണ്ടിയവരാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടിയവർ, മക്കളെക്കുറിച്ച് ഓർത്ത് വന്നവരാണ് ഇവിടെയെങ്കിലും. ഇപ്പം അതിനെക്കുറിച്ച് നമ്മൾ നാട്ടിലായിരുന്നേക്കുറിച്ചും കൂടുതൽ മക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. കുടുംബത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട്, ജോലിയെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചാൽ ഭാരം വരേണ്ടവരാണ് നമ്മൾ. പക്ഷേ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളല്ല നമ്മുടെ വായിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നും വരേണ്ടുന്നത്. മറിച്ച് എന്താ? അതിനെല്ലാം മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, അല്ലേ? നമുക്ക് ചുറ്റും നമ്മളെപ്പോലെ വന്നിരിക്കുന്ന ഒരുപാട് പേരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയേണ്ടുന്നത് നമ്മുടെ പരിഭവങ്ങളുടെ കഥകളല്ല അവരോട് പറയേണ്ടുന്നത്. മറിച്ച് ആ പരിഭവങ്ങളുടെ മീതെ പ്രവർത്തിക്കാൻ കഴിയുന്നവനായ ഒരു ദൈവത്തിൻ്റെ നാമമുണ്ടെന്ന് അനുഭവിച്ചവരും മനസ്സിലാക്കിയവരും അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞവരുമായ നാം അതിൻ്റെ മഹത്വമാണ് കീർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നത്, നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ സകല നാമത്തിനും മേലായ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ആ മഹത്വത്തെ കീർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നാം ജീവിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്, ആ നാമത്തിൻ്റെ മഹത്വം കീർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ സ്തുതി മഹത്വീകരിപ്പിൻ. ഇനി 3-ാം വാക്യത്തിലേക്ക് വരും, പറയാണ്, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. കണ്ടോ? അപ്പോൾ കർത്താവിനെ അറിഞ്ഞ ഒരു ഭക്തൻ പറയാണ്, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം. ഇനി അതിനേക്കാളൊരു രസമെന്ന് പറയുന്നത് അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരുടെ ഞങ്ങളുടെ തലമേൽ കയറ്റി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നു. ഈ പറയുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യവും ഈ പറഞ്ഞിരിക്കുന്ന വാക്യവും നോക്കുമ്പോൾ ഒരു വൈരുദ്ധ്യാത്മികമായിട്ട്, അല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? മുകളിൽ പറയാണ്, ദൈവമേ നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ഈ പറഞ്ഞിരിക്കുന്ന അതേ സങ്കീർത്തനക്കാരൻ അടുത്ത വാക്യത്തിൽ പറയാണ്, ഞങ്ങളുടെ തലേക്കൂടിയായിരുന്നു ഇവരെല്ലാം കയറി ഓടിക്കൊണ്ടിരുന്നത്, അല്ലേ? അങ്ങനെ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളുടെ വാക്യങ്ങൾ വായിച്ചിരുന്നു നോക്കി, എൻ്റെ 12-ാം വാക്യം, ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു, മനുഷ്യൻ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടിയും കടക്കേണ്ടി വന്നു. ഇത് ശരിക്കും ജീവിതം എന്ന് പറയുന്നത്, ഈ ഭൂമിയിലൊരു ഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഈ മുകളിലെ ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനല്ല, അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ഈ ഭൂമിയിൽ ഒരു ഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് പിക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? ജീവിതത്തിൻ്റെ കയറ്റ ഇറക്കങ്ങളൊക്കെ എന്താണ്ടാവും? വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. എന്നും ഉയർന്നിരിക്കുന്ന ഒരു ജീവിതമാണെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്?
ചിന്തിക്കരുത്. ദൈവം ഇങ്ങനെ എന്നെ വിടുവിച്ച് ഞാനിങ്ങനെ ഒരു ഹൈപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. ചില സമയങ്ങളിൽ സമൂഹം നമ്മുടെ തലയിൽ കയറി ഓടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ജീവിതത്തിൽ കൂടെ ഞാനും നിങ്ങളും പോകേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈ ജീവിതത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ആത്യന്തികമായിട്ടൊരു ദൈവപ്രവൃത്തിയുണ്ട്, അതിലേക്കാണ് ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തിയെ കാണുന്ന ആ ദൈവപ്രവൃത്തിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ദൈവഭക്തൻ പറയാണ്, ഇങ്ങനെയും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഇതിനെയും കൂടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദൈവശക്തിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് നാം അറിയേണ്ടത് ആവശ്യമാണ്. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുമ്പോൾ പൗലോസ് പറയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്ന് അല്ല വരേണ്ടതിന് ഇത് എവിടെയാണ് തന്നിരിക്കുന്നത്, മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഈ അത്യന്ത ശക്തിയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു വരും പറയാണ്, ഇതിങ്ങനെ ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എങ്ങനെയാണ്, ഉപദ്രവിക്കപ്പെടുന്നവരാണ്, അല്ലേ, ഞങ്ങൾ വീണ് കിടക്കുന്നവരാണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരാണ്. ഇതൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് പ്രിയരെ നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കീർത്തിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മൾ പറയാൻ വെച്ചിരിക്കുന്ന വാക്യങ്ങൾ ഇതല്ല. ആ വാക്യത്തിൻ്റെ 12 ലാസ്റ്റ് നിങ്ങൾ നോക്കിയേ, അത് പറഞ്ഞിരിക്കുന്നതുണ്ടോ, എങ്കിലും അല്ലേ ഞങ്ങൾ തീയിൽ കൂടെ വെള്ളത്തിലും കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി അടുത്ത വാക്യം കൂടെ പ്രധാനപ്പെട്ടതാണ്, ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ടും നിന്റെ ആലയത്തിലേക്ക് വരും, എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും, ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എൻ്റെ വായാൽ നേർന്നു. നോക്കിക്കേ, സങ്കീർത്തനക്കാരൻ പറയാണ്, ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്, എനിക്കിവിടെ ഇപ്പോൾ ഒരു ഹോമയാഗോ അല്ലെങ്കിൽ ഒരു സമാധാനയാഗോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല ഉള്ളത്. പക്ഷേ എനിക്ക് കിട്ടുന്നൊരു സമയം വരും, ഇപ്പോഴത്തെ ഈ സ്ഥിതി എനിക്ക് മാറും, അന്ന് മാറുമ്പോൾ ഞാൻ ഇത് അർപ്പിക്കുമെന്ന് പറയുന്ന ഒരു ജീവിതമായിരുന്നു ഒരു ഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിൽ നിരാശപ്പെട്ടിരിക്കാനല്ല ദൈവമക്കളെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് പറയണം, കർത്താവേ, ഇത് മാറുന്നൊരു സമയം എൻ്റെ ജീവിതത്തിലുണ്ട്, ഈ ചുറ്റുപാടുകൾ മാറുന്നൊരു സമയം എനിക്ക് മുന്നിലുണ്ട്, എൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നൊരു സമയം എനിക്ക് മുന്നിലുണ്ട്. അന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ഞാൻ വർണ്ണിക്കുമെന്ന് പറയാൻ കഴിയുന്ന ധൈര്യമുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ജീവിതത്തിന് വേണ്ടിയാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമെന്നുള്ളത് ശരിയാണ്, ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമെന്നുള്ളതും ശരിയായ കാര്യമാണ്. എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയും നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെയും ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ അതിനെല്ലാം അപ്പുറം ഒരു ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തി എന്നിലും നിങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആ ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒടുവിലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് വിരമിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 10-ാം വാക്യത്തിൽ, ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നോക്കിയേ, സങ്കീർത്തനക്കാരൻ പറയാണ്, കർത്താവേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. എന്തിനാ ദൈവം നമ്മളെ പരിശോധിക്കുന്നത്? എന്തിനാ? ഒരു വസ്തു അതിനെ പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശോധനയ്ക്ക് അതിനൊരു വാല്യൂ ഉള്ളത് കൊണ്ടാണ്, അല്ലേ, ഒരു മൂല്യമുള്ളത് കൊണ്ടാണല്ലോ അതിനെ പരിശോധിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു മൂല്യം ഇല്ലാത്തതിനെ ആരെങ്കിലും പരിശോധന വിധേയമാക്കുമോ? ഇല്ല. നമ്മളിപ്പോൾ ഒരു എക്സ്കവേഷൻ, ഒരു കണ്ടുപിടുത്തത്തിന് അല്ല ഒരു ഭൂമി അവിടെ അതിനെ എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴിച്ച് കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ പ്രദേശങ്ങളൊക്കെ അതിര് തിരിച്ചിങ്ങനെ വലിയ മെഷീനൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചുകൊണ്ടിരിക്കാന്നിരിക്കട്ടെ, അതങ്ങനെ ആ അന്വേഷണം നടത്തുമ്പോൾ അതിന് മുമ്പ് ഒരു തീരുമാനം ഉണ്ടായിരിക്കും. എന്താ, ഇതിനടിയിൽ എന്തുണ്ട്? അമൂല്യമായ
ഏറ്റവും വിശേഷപ്പെട്ടതൊന്നുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലാതെ കുറച്ചൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് കൊണ്ട് എന്നാൽ പിന്നെ ഇതിങ്ങനെ പോട്ടെ, കുറേ സാധനങ്ങളും സാമഗ്രികളുണ്ട്, പോയി മാന്തിയേക്കാന്ന് ചോദിച്ചൊന്നും പോയി തൊണ്ടെന്നല്ലത്. അവരതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ചില അമൂല്യമായത് കണ്ടെത്തിയിട്ടുണ്ടാവും. അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പരിശോധന നടത്തുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ കർത്താവ് എന്തിനാ പരിശോധിക്കുന്നത്? ഞാനും നിങ്ങളും വിലയുള്ളവനായതുകൊണ്ടാണ്, മൂല്യമുള്ളവരായതുകൊണ്ടാണ്, കർത്താവിന് പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ്, ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പലപ്പോഴും കർത്താവ് നമ്മെ പരിശോധനകളിൽ കൂടെ, പരീക്ഷകളിൽ കൂടെ കടത്തി വിടുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ എവിടെയാണ് മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? മനസ്സിലാക്കുന്നത് നാം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്, അല്ലേ? ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളൊരു സാധാരണപ്പെട്ടൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോകുള്ളൂ. സാധാരണപ്പെട്ടൊരു ജീവിതമേ നമുക്ക് നയിക്കാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ നമ്മളൊരല്പം പ്രയാസങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്കൊരല്പം ദൈവത്തോട് അടുത്ത് നിൽക്കാനായിട്ട്, കൂടുതൽ അടുക്കാനായിട്ട് തോന്നുന്നത്. ആ കൂടുതൽ അടുക്കുന്നതിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ആഴത്തിൽ കൂടുതൽ അറിയുവാൻ കഴിയുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ദൈവം നമ്മളെ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ്? നാം മൂല്യമുള്ളവരായതുകൊണ്ടാണ്, നാം വിലയുള്ളവരായതുകൊണ്ടാണ്. എന്നിട്ട് പറയാണ്, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നത്. എന്താ ഈ വെള്ളി ഊതിക്കഴിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്? ശരിക്കും നമുക്കറിയാം, ഈ വെള്ളിയിലെയൊക്കെ കീടങ്ങൾ അത് പ്യുവറാക്കി എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അത് ഏറ്റവും കൂടുതൽ നേരം തീക്കാത്തിരിക്കുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ക്ലിയർ, ഏറ്റവും നല്ല പ്യൂരിറ്റി അതിന് പുറത്ത് വരാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ എല്ലാ മാലിന്യങ്ങളും പുറത്തു പോകുന്നതെന്നാണ്. എത്രത്തോളം തീക്കാത്തത് ഉരുകുന്നതോ അത്രത്തോളം എന്ത് ചെയ്യാണ്, അതിനുള്ളിൽ എല്ലാ കീടങ്ങളും നഷ്ടമായി തീരുകയാണ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ നമ്മളെ എന്ത് ചെയ്യുന്നു, ഊതിക്കഴിക്കുന്നൊരു ദൈവമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൊണ്ടൊന്നും തീർന്നെന്ന് വരത്തില്ല. ഒന്ന് തീയിലേക്കിട്ട് മുക്കിയിട്ട് എടുത്ത് വെച്ച് നമ്മൾ കൊണ്ടുപോയി ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യം അത് വെച്ചിട്ട് നമ്മളെ എറിയും, അല്ലേ? നമ്മളിപ്പോൾ ചുമ്മാ തീക്കാത്തിട്ടിട്ട് എടുത്തു. അങ്ങനല്ല, ഇത് തീക്കാത്ത ഇങ്ങനെ പ്രോസസ്സായി കുറേ കിടന്ന് അതിൻ്റെ അകത്ത് എല്ലാ കീടങ്ങളും കഴിഞ്ഞ് നല്ല തിളക്കത്തോടു കൂടിയുള്ള ആ വെള്ളിക്കാണ് എന്തുള്ളത്, മൂല്യമുള്ളൂ. അതിനെ ആർക്കെങ്കിലും വേണ്ടതുള്ളൂ, അതിനെ ആരെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാവുന്നുള്ളൂ. എന്നതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. തീച്ചൂള സമാനമായ ജീവിത സാഹചര്യത്തിൽ കൂടെ ഞാനും നിങ്ങളും കടന്നു പോകും. അതൊരു ചെറിയ പ്രോസസ്സ് മാത്രമായിരിക്കണമെന്നില്ല, അതൊരു ലോങ് പ്രോസസ്സ് ആയിരിക്കാം, അത് ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കാം. പക്ഷേ അതിനകത്തൊരു ഉദ്ദേശമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താ? എന്നെയും നിങ്ങളെയും തിളക്കമുള്ളവരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്, മൂല്യമുള്ളവരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്, ജീവിതത്തിൽ കാമ്പുള്ളവരാക്കി മാറ്റുവാൻ കഴിവുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സങ്കീർത്തനക്കാരൻ ഒടുവിൽ പറഞ്ഞു നിർത്തുന്ന വാക്യം ഇങ്ങനെയാണ്, കർത്താവേ നീ, എന്നാൽ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാം കഴിഞ്ഞു ഒടുവിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ധൈര്യമെന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, ലാസ്റ്റ് പറയാൻ ഒറ്റ വാക്കുണ്ടായിരിക്കണം. എന്താ? എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, അവൻ എൻ്റെ യാചന കേട്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഞാൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ കൂടെ ഞാൻ പോയി എന്നുള്ളതല്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എനിക്കായിട്ടുണ്ടായിരുന്നു എന്ന് പറയുവാൻ കഴിയുന്ന മഹത്വകരമായ ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് എഴുതി വെക്കാം, ഇന്നത്തെ സാഹചര്യങ്ങളെ മാറ്റി നാളെ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വകരമായ ഒരു പ്രവൃത്തിയെ പറയുവാൻ കഴിയുന്ന നാളുകൾ എനിക്ക് മുന്നിൽ ഒരുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്നത്തെ പ്രയാസങ്ങളല്ല എൻ്റെ ജീവിതമെന്ന് പറയുന്നത്, ഇന്ന് ഞാൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളല്ല എന്നുമുള്ള എൻ്റെ ജീവിതമെന്ന് പറയുന്നത്, നാളെയുടെ നാളുകളിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എഴുതി ചേർക്കുന്ന ചില പ്രത്യേകമായ ചില ജീവിത സാഹചര്യങ്ങൾ അവൻ എനിക്ക് മുമ്പിൽ ഒരുക്കി തരാൻ മതിയായവനാണ്. ഇതുകൊണ്ട് അവസാനിച്ചു പോകേണ്ടുന്നവനല്ല, ഇതുകൊണ്ട്
ക്ഷീണിച്ചു പോകേണ്ടിയവളല്ല, ഈ സാഹചര്യത്തിൽ ഞെരുങ്ങിയിരിക്കേണ്ടിയവളല്ല ഞാൻ, മറിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പറയുവാൻ കഴിയുന്ന, എൻ്റെ പ്രാർത്ഥനകളെ കേട്ടൊരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് പറയുവാൻ കഴിയുന്ന ശക്തിമത്തായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സങ്കീർത്തനക്കാരനോടൊപ്പം ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തികളെ മറക്കാതെ നാളെയും എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ആഴമായി വിശ്വസിക്കുവാൻ കഴിഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങളെ നോക്കിയല്ല, നാളെയിലെ ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തികൾ എനിക്ക് മുന്നിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ സങ്കീർത്തനങ്ങൾ ഒരു ആഹ്വാനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആശംസയോടുകൂടെ എനിക്ക് സമയം അനുവദിച്ചെന്നുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.